നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 10 വർഷത്തിനിടെ പാലക്കാട്ടെ ഭാഗ്യദേവത 14 കോടീശ്വരന്മാരെയാണ് സൃഷ്ടിച്ചിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ കോടീശ്വരന്മാരെ മാത്രമല്ല 213 ലക്ഷപ്രഭുക്കളെയും സൃഷ്ടിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോട്ടറി ടിക്കറ്റുകളിലൂടെയാണ് പാലക്കാട് വഴി ഭാഗ്യദേവന്മാരും ദേവിമാരും ഉണ്ടാവുന്നത്. ഇന്നലെ നറുക്കെടുത്ത ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ആദ്യ സമ്മാനം 20 കോടി രൂപ അടിച്ചതും തിരുവനന്തപുരത്താണെങ്കിലും ടിക്കറ്റ് വിറ്റത് പാലക്കാട് GB റോഡിലെ VN സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ്. ഏജൻസി ഉടമ M ഷാജഹാനിൽ നിന്നുമാണ് തിരുവനന്തപുരം സ്വദേശിയായ വിൽപ്പനക്കാരൻ ദുരൈ രാജ ടിക്കറ്റ് വാങ്ങിയത്. സമ്മാനത്തുകയുടെ 10% ഏജന്റിന് കമ്മീഷനായി ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ തിരുവോണം ബമ്പർ 25 കോടി രൂപ, ക്രിസ്മസ് പുതുവത്സര ബമ്പർ, മൺസൂൺ ബമ്പർ എന്നിവയുടെ ഒന്നാം സമ്മാനങ്ങളും പാലക്കാട് നിന്നും വിറ്റ ടിക്കറ്റുകൾക്ക് തന്നെയായിരുന്നു. തീർന്നില്ല, കഴിഞ്ഞ വർഷം 13 പേർ പാലക്കാട്ടെ ഭാഗ്യദേവതയുടെ കടാക്ഷം നേടി ലക്ഷപ്രഭുക്കളുമായി. ക്രിസ്മസ് പുതുവത്സര ബമ്പർ, മൺസൂൺ ബമ്പർ, തിരുവോണം ബമ്പർ, സമ്മർ ബമ്പർ, പൂജ ബമ്പർ, കാരുണ്യ, തീർന്നില്ല 50-50 ഉൾപ്പെടെയുള്ള 1 ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾ കണക്കാക്കിയാണത്. വിജയികളെല്ലാം പാലക്കാടുകാരല്ല, പക്ഷേ ഇവിടെ ഭാഗ്യദേവതയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതി മറ്റു നാടുകളിൽ നിന്നും വന്ന് ടിക്കറ്റ് വാങ്ങുന്നവരും സമ്മാനം നേടിയിട്ടുണ്ട്. ഭാഗ്യക്കുറി വിൽപ്പനയിലും പാലക്കാട് മുന്നിൽ തന്നെ. ഇത്തവണ 5.18 ലക്ഷം ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത്. സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് വിൽപ്പന. ഭാഗ്യമാണോ അതോ എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കാം. പാലക്കാട് വിൽക്കുന്ന ടിക്കറ്റിന് സ്ഥിരം സമ്മാനം അടിക്കുന്നതിന് പിന്നിൽ ഭാഗ്യം മാത്രമാണോ? അതേന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ BK വിജയലക്ഷ്മി പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നത് പാലക്കാട്ടാണ്. കഴിഞ്ഞ വർഷം 11.70 ലക്ഷം തിരുവോണം ബമ്പർ ടിക്കറ്റ് വിറ്റതും പാലക്കാട് തന്നെ. എല്ലാ ടിക്കറ്റുകളുടെ വിൽപ്പനയിലും മുന്നിൽ നിൽക്കുന്നതും പാലക്കാട്. ദിവസേന ശരാശരി 1 ലക്ഷം ടിക്കറ്റ് വിറ്റഴിക്കുന്നുമുണ്ട്. ഓരോ ലോട്ടറിയും 8 മുതൽ 10 ലക്ഷം വരെ വിറ്റുപോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മാനവും ചിലപ്പോൾ പാലക്കാടിനെ തേടി വരുന്നതാകാം. ഏറ്റവും കൂടുതൽ ലോട്ടറി ഏജൻസികളും ഏജന്റുമാരും ഉള്ളതും പാലക്കാട് തന്നെ. GB റോഡിലെ വിൻ ലോട്ടറി ഏജൻസി ഉടമ M ഷാജഹാന് ഇത് പുതുവത്സര സമ്മാനം തന്നെ. പടക്കം പൊട്ടിച്ചും മധുര പലഹാരം വിതരണം ചെയ്തുമാണ് ഷാജഹാനും ഏജൻസിയിലെ ജീവനക്കാരും ഈ പുതുവത്സര ബമ്പർ നേട്ടം ആഘോഷിച്ചത്. ഫലം അറിഞ്ഞതിന് പിന്നാലെ ലോട്ടറി എടുക്കാൻ ഇന്നലെ 100 കണക്കിന് ആളുകളായിരുന്നു കടയിലെത്തിയത്. സമ്മാനത്തുകയുടെ 10% ഏജന്റിന് കമ്മീഷനായി ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ 10 കോടി അടിച്ചത് വിൻ സ്റ്റാർ ഏജൻസിയുടെ തൊട്ടടുത്തുള്ള മുഗാബിക ഏജൻസിയുടെ കടയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ പാലക്കാടിനെ തുണച്ച ഭാഗ്യങ്ങൾ ഇപ്രകാരമാണ്. 2023 ക്രിസ്മസ് പുതുവത്സര ഒന്നാം സമ്മാനം 16 കോടി പാലക്കാട് വിറ്റ ടിക്കറ്റിനായിരുന്നു. മൺസൂൺ ഒന്നാം സമ്മാനം 10 കോടി രൂപ കുറ്റിപ്പുറത്തു നിന്നും വിറ്റ ടിക്കറ്റിന്. മലപ്പുറം പരപ്പനങ്ങാടി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ഭാഗ്യം അന്ന് ലഭിച്ചത്. ഓണം ബമ്പർ ഒന്നാം സമ്മാനം 25 കോടി വാളയാറിൽ വിറ്റ ടിക്കറ്റിന്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ ജില്ലയിൽ വിറ്റ ടിക്കറ്റിന് തന്നെ. മൂന്നാം സമ്മാനമായ 50 ലക്ഷം രൂപ വീതം 3 പേർക്കും, നാലാം സമ്മാനമായ 5 ലക്ഷം രൂപ 3 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ 2 പേർക്കും ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സമ്മർ ലോട്ടറി ഒന്നാം സമ്മാനം 6 കോടി രൂപ വിറ്റത് ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിനും. രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും 5 ലക്ഷവും പാലക്കാടിന് തന്നെ. 2016 തിരുവോണം ബമ്പർ 8 കോടി രൂപ ചിറ്റിലഞ്ചേരി, ചേരാമംഗലം, പഴത്തറ ഗണേഷിന് ലഭിച്ചു. ആ വർഷത്തെ പൂജ ലോട്ടറി ഒന്നാം സമ്മാനമായ 4 കോടി രൂപ വണ്ടിത്താവളം തട്ടാൻചിറ സ്വദേശി R നാരായണൻകുട്ടിക്ക്. 2014 പൂജ ബമ്പർ ഒന്നാം സമ്മാനമായ 2 കോടി രൂപ കുഴൽമന്നം സ്വദേശി വിനോദിന് ലഭിച്ചപ്പോൾ കാരുണ്യ പ്ലസ് ലോട്ടറി ഒന്നാം സമ്മാനമായ 1 കോടി രൂപ മങ്കര മാങ്കുറിശി സ്വദേശി VK രാജനെ തേടിയെത്തി. 2013 ഓണം ലോട്ടറി 5 കോടിയും 1 കിലോ സ്വർണവും പാലക്കാട് മുത്താത്തറ ശ്രീറാം സ്ട്രീറ്റിൽ C മുരളീധരന്. 2012 പൂജ ബമ്പറിന്റെ 2 കോടി രൂപ ഒറ്റപ്പാലത്തെ പച്ചക്കറി കടയിലെ തൊഴിലാളിയായ മുജീബിന് ലഭിച്ചു. കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ കുറ്റനാട് പിലാക്കട്ടേരി ചാലരി വിജീഷിനും ലഭിച്ചു. പൗർണമി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം 51 ലക്ഷം രൂപ മലമ്പുഴ ചെറനാട് കുത്തുപുരയിൽ C മണിക്ക് ലഭിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഭാഗ്യം തുണച്ചിരിക്കുന്നത് പാലക്കാട് വിൽക്കുന്ന ടിക്കറ്റുകൾക്കും പാലക്കാട്ടുകാർക്കും ആണെന്ന് തോന്നുന്നു.